रघुनाथाय नाथाय सीताय पतये नमः। कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे वाल्मीकिकोकिलम्। श्रीराम राम राम श्रीरामचन्द्र जय। श्रीराम राम राम श्रीरामभद्र जय। श्रीराम राम राम सीताभिराम जय। श्रीराम राम राम लोकाभिराम जय। श्रीराम राम राम रावणान्तक राम। श्रीराम मम हृदि रमतां राम राम। श्रीराघवान्त राम श्रीराम रमापते। श्रीराम रमणीय विग्रह नमोस्तुते। नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः। ശ്രീരാമ നാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ, കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ, വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ. വാണിടുക നാരദമെന്നുടെ നാവുതന്മേൽ, വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ. നാണമെന്നിയെ മുദാ നാവിന്മേൽ നടനം ചെയ്യേണ കാനനേ, യഥാ കാനനേ ദിഗംബരൻ. വാരിജോദ്ഭവ മുഖവാരിജാവാസേ ബാലേ, വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ. പാരാതെ സലക്ഷണം മേന്മേൽ മംഗളശീലേ, വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം. വിഷ്ണുജോദ്ഭവ സുതൻ നന്ദപുത്രൻ വ്യാസൻ, വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ. വിഷ്ണു തന്മായ ഗുണ ചരിത്രമെല്ലാം കണ്ട് കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ വാസുദേവായ. ശ്രീരാമചന്ദ്രന്റെ ലീലകളും പ്രഭാവവും എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ കലിയുഗത്തിലെ ഈ കാലഘട്ടത്തില് എപ്പോഴും ശ്രീരാമചന്ദ്രന്റെ മഹത്വങ്ങൾ, ഗുണങ്ങൾ നമ്മൾ ഓരോരുത്തരും ഓർമ്മിക്കേണ്ടതാണ്.
ഭഗവാന്റെ ലീലകളും നാമങ്ങളും ഭഗവാന്റെ വാക്കുകളും തമ്മിൽ ഒന്നും വ്യത്യാസമില്ല. നമ്മൾ രാമായണം വായിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്കൊപ്പം ശ്രീരാമചന്ദ്രൻ ഉണ്ട്. ശ്രീരാമചന്ദ്രന്റെ ലീലകളിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. PDF പേജ് എടുത്തിട്ടുണ്ടല്ലോ. മഹാരാജ കട്വാങ്കന്റെ വംശത്തിൽ ഭഗവാൻ രാമചന്ദ്രൻ വന്നു പിറന്നതെങ്ങനെയാണ് എന്ന് ഈ അധ്യായം വർണ്ണിക്കുന്നു. അദ്ദേഹം രാവണനെ കൊന്നതും തലസ്ഥാനമായ അയോധ്യയിലേക്ക് മടങ്ങുന്നതും ഉൾപ്പെടെയുള്ള മറ്റു ചരിത്രങ്ങളും വർണ്ണിക്കുന്നുണ്ട്. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അമൃതമായി ഒന്ന് വായിച്ചോളൂ. നമ്മുടെ ആ അവതാരിക കഴിഞ്ഞിട്ട് അടുത്താണ് പരമപുരുഷനായ ശ്രീരാമചന്ദ്രന്റെ ലീലകൾ. അതിലെ 2ാമത്തെ പാരഗ്രാഫ്. മഹാരാജ ഖണ്ഡ്വാങ്ങിന്റെ മകൻ സുശീംപ്രഭു ഞാൻ PDF അയച്ചു തന്നില്ലേ? ഉണ്ടല്ലോ, കിട്ടില്ലേ? മ്യൂട്ടാണ്. പേജ് ഏതാ പ്രഭു? പേജ് 1 തുടങ്ങുന്നത്. പേജ് നമ്പർ 1. അപ്പൊ അതില് പേജ് ഇല്ല, പേജ് നമ്പർ കൊടുത്തിട്ടില്ല. പേജ് 1 നമ്പർ അവതാരിക കഴിഞ്ഞിട്ടുള്ളത് ബ്രഹ്മസംഹിതയിൽ നിന്നുള്ളതാണ് പ്രഭു? അല്ല, അത് കഴിഞ്ഞിട്ട് അവതാരിക ഫുള്ള് കഴിയും. അവതാരിക ഫുള്ള് കഴിഞ്ഞതിന് ശേഷം പേജ് നമ്പർ 5 അല്ല, പേജ് നമ്പർ 5 എങ്ങനെ 5 വന്ന്? പരമപുരുഷനായ ശ്രീരാമചന്ദ്രന്റെ ലീലകൾ എന്ന് ഹെഡിങ് നമ്പർ 1. മഹാരാജ ഖട്വാങ്കന്റെ വംശത്തിൽ ഭഗവാൻ രാമചന്ദ്രൻ വന്നു പിറന്നത് എങ്ങനെയെന്ന് ഈ അധ്യായം വർണ്ണിക്കുന്നു. അദ്ദേഹം രാവണനെ കൊന്നതും തലസ്ഥാനമായ അയോധ്യയിലേക്ക് മടങ്ങി വന്നതും ഉൾപ്പെടെയുള്ള മറ്റു ചരിത്രങ്ങളും വർണ്ണിക്കുന്നുണ്ട്. മഹാരാജ ഖട്വാങ്കന്റെ മകൻ ദീർഘബാഹുവും അദ്ദേഹത്തിന്റെ പുത്രൻ രഘുവും ആയിരുന്നു. രഘുവിന്റെ പുത്രൻ അജപുത്രൻ ദശരഥൻ. ഭഗവാൻ രാമചന്ദ്രൻ ദശരഥ പുത്രനായിരുന്നു. തന്റെ ചതുർവിധ വിസ്തരണങ്ങളായി ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നിവരുടെ രൂപത്തിൽ ഭഗവാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ പരമസത്യത്തെക്കുറിച്ച് കൃത്യമായ അറിവുള്ള വാൽമീകിയെ പോലുള്ള മഹാമുനിമാർ അദ്ദേഹത്തിന്റെ ദിവ്യലീലകൾ വർണ്ണിച്ചു. സുഖദേവ ഗോസ്വാമി ഈ ലീലകളെ ചുരുക്കി വിവരിക്കുന്നു. രാമചന്ദ്രൻ വിശ്വാമിത്രനോടൊപ്പം പോയി മാരീചനെ പോലുള്ള രാക്ഷസന്മാരെ കൊന്നു. ബൃഹത്തും ബലമേറിയതുമായ എന്ന വില്ലൊടിച്ചു സീതാദേവിയെ വേൾക്കുകയും പരശുരാമന്റെ അഹങ്കാരം ശമിപ്പിക്കുകയും ചെയ്തു. പിതാവിന്റെ ആജ്ഞ അനുസരിക്കാനായി സീതാലക്ഷ്മണന്മാരാൽ അനുഗതനായി അദ്ദേഹം കാടകം പോകി. അവിടെ വെച്ച് അദ്ദേഹം ശൂർപ്പണഖയുടെ നാസിക ഛേദിക്കുകയും ഖരദൂഷണന്മാരുടെ രാവണാന്തരന്മാരെ വധിക്കുകയും ചെയ്തു. രാവണൻ സീതാദേവിയെ അപഹരിച്ചത് അയാളുടെ ദൗർഭാഗ്യത്തിന് നാന്ദി കുറിച്ചു. മാരീചൻ സ്വർണമാലിന്റെ രൂപത്തിൽ വന്നപ്പോൾ സീതാദേവിയെ സന്തോഷിപ്പിക്കാനായി ശ്രീരാമൻ അതിനെ പിടിക്കാൻ പുറപ്പെട്ടു. പക്ഷേ അപ്പോൾ ഭഗവാന്റെ അസാന്നിധ്യം മുതലാക്കി രാവണൻ സീതയെ അപഹരിച്ചു. സീതാദേവിയെ കാണാൻ ലക്ഷ്മണന്റെയോടൊപ്പം ശ്രീരാമൻ വനത്തിലുടനീളം തിരിഞ്ഞു. ജടായുവിനെ കണ്ടെത്തി. ഭഗവാൻ കബന്ധൻ എന്ന ഭീകര ജന്തുവിനെ വാനരന്മാരെ സംഘടിപ്പിച്ച് സേനാബലമുണ്ടാക്കിയ ശ്രീരാമൻ അവരുമായി കടൽ തീരത്തെത്തുകയും സാഗരദേവനെ കാത്തിരിക്കുകയും ചെയ്തു. പ്പോൾ സാഗരത്തിന് യജമാനനായ ഭഗവാൻ കുപിതനായി. അതിനുശേഷം ഭഗവാൻ സേതുബന്ധം നടത്തി. ഹരേ കൃഷ്ണ, എന്താ പറഞ്ഞേ? എവിടെ നിന്നാണ് ഈ ശബ്ദം വരുന്നത്? വേറെ ഏതോ അല്ലേ?
ഭഗവാൻ സേതുബന്ധനം പാലം. അതിനുശേഷം ഭഗവാൻ സേതുബന്ധനം നടത്തി പാലം പണിതു. വിഭീഷണന്റെ ഉപദേശം സ്വീകരിച്ച് രാവണ രാജധാനിയായ ലങ്കയെ ആക്രമിച്ചു. നേരത്തെ തന്നെ ഭഗവാന്റെ നിത്യസേവകനായ ഹനുമാൻ ലങ്കയെ തീ കൊളുത്തുകയുണ്ടായി. ഇപ്പോഴാകട്ടെ ലക്ഷ്മണന്റെ സഹായത്തോടെ രാമന്റെ സൈന്യം എല്ലാ അസുര യോദ്ധാക്കളെയും കൊന്നൊടുക്കി. ശ്രീരാമചന്ദ്രൻ നേരിട്ട് രാവണനെയും വധിച്ചു. മണ്ഡോദരിയും സപത്നിമാരും രാവണന് വേണ്ടി വിലപിച്ചു. ശ്രീരാമന്റെ ആജ്ഞ അനുസരിച്ച് വിഭീഷണൻ മരിച്ചുപോയ എല്ലാ കുടുംബാംഗങ്ങളുടെയും സംസ്കാര കർമ്മങ്ങൾ നിർവഹിച്ചു. ശ്രീരാമൻ വിഭീഷണൻ ലങ്ക ഭരിക്കാനുള്ള അധികാരവും ദീർഘായുസവും നൽകി. ഭഗവാൻ സീതാദേവിയെ അശോകവനത്തിൽ നിന്ന് മോചിപ്പിക്കുകയും പുഷ്പക വിമാനത്തിലേക്ക് തന്റെ തലസ്ഥാനമായ അയോധ്യയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ അനുജൻ ഭരതൻ ശ്രീരാമനെ എതിരേറ്റു. ശ്രീരാമൻ അയോധ്യാപുരിയിൽ പ്രവേശിച്ചപ്പോൾ ഭരതൻ ജ്യേഷ്ഠന്റെ മെതിയടികൾ കൊണ്ടുവന്നു. വിഭീഷണനും സുഗ്രീവനും വെഞ്ചാമരവും വിശറിയുമേന്തി ഹനുമാൻ വെൺകൊറ്റ കുട പിടിച്ചു. ശത്രുഘ്നൻ ഭഗവാന്റെ വില്ലും കയ്യിലേന്തി. സീതാദേവി തീർത്ഥങ്ങളിൽ നിന്നുള്ള ജലം നിറഞ്ഞ കുംഭം വഹിച്ചു. അങ്കദൻ വാളും ജാമ്പവാൻ വൃക്ഷരാജാവ് പരിചയം പിടിച്ചു. ലക്ഷ്മണനും സീതാദേവിയും ഒത്ത് ശ്രീരാമചന്ദ്രൻ എല്ലാ ബന്ധുജനങ്ങളെയും കണ്ടു. അതിനുശേഷം വസിഷ്ഠ മഹർഷി ശ്രീരാമചന്ദ്രനെ രാജാവായി അഭിഷേകിച്ചു. ശ്രീരാമചന്ദ്രന്റെ അയോധ്യയിലെ ഭരണത്തിന്റെ ചെറിയൊരു വർണ്ണനയോടെ അധ്യായം അവസാനിക്കുന്നു. ഹരേ കൃഷ്ണ. രാമായണം ഫുള്ള് കഴിഞ്ഞു. എത്ര സുന്ദരമായിട്ടാണ് വ്യാസമഹർഷി ശ്രീമദ് മഹാഭാഗവതത്തില് രാമായണത്തെ കുറിച്ച് കൊടുക്കുകയും എന്നാൽ വാൽമീകി മഹർഷിയുടെ ഒരു വാക്കിന് പോലും ഭംഗം സൃഷ്ടിക്കാതെ അതേ മാധുര്യത്തോടെ വ്യാസമഹർഷി ശ്രീമദ് മഹാഭാഗവതത്തില് രാമായണത്തെ അവതരിപ്പിക്കുകയും അതേ വാക്കുകൾക്ക് ഒട്ടും കോട്ടം സംഭവിക്കാതെ ഒരരുചിയും അതേ രുചിയോടെ ശീലപ്രഭുപാദര് അതിനെ അതേപടി എടുത്തിട്ട് വിവർത്തനം ചെയ്യുകയും അമേരിക്കയിൽ പ്രഭാഷണം ചെയ്യുകയും ചെയ്തു. ഇതിനെയാണ് ഗുരുപരമ്പര എന്ന് പറയുന്നത്. ഇവിടെ കൃത്യമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ശ്രീരാമചന്ദ്രന് ഇതെല്ലാം സാധിക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഭഗവാൻ വന്നത് മനുഷ്യ നന്മയുടെ പ്രതീകമായിട്ട് കാണിക്കാനും ഒരു ഭരണാധിപൻ എങ്ങനെ ഉണ്ടായിരിക്കണമെന്നും അഹങ്കാരത്തെ തോന്നിവാസത്തെ ശമിപ്പിക്കാനും വേണ്ടിയിട്ടാണ്. ഒരാളും സ്വന്തം കഴിവിൽ ഊറ്റം കൊള്ളാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീ സനാതന ധർമ്മം അനുസരിച്ചിട്ട്, സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ പരമമായ സത്യം, ആ പരമമായ സത്യം, ദ അബ്സല്യൂട്ട് ട്രൂത്ത്, ആ സത്യം അനുസരിച്ചിട്ട് സ്ത്രീ അമ്മയാണ്, ലക്ഷ്മി ദേവിയുടെ പ്രതീകമാണ്. ഇവിടെയാണ് പ്രഭുപാദര് തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഭാര്യ എന്നാൽ നല്ല പകുതി എന്നർത്ഥം. അവൾ ഭർത്താവിന്റെ ഒപ്പം ഉണ്ടായിരിക്കണം. നിഴൽ രൂപത്തെ തന്നെ പോലെ ഭർത്താവിന്റെ നിഴലായി ഭാര്യ പിന്തുടരണം. ഭർത്താവ് എവിടെ പോയാലും അവളും പോകണം. ഭർത്താവ് എന്തു വന്നെങ്കിലും അവൾ ചെയ്തു കൊടുക്കണം. തീർച്ചയായും അമേരിക്കയിൽ ഈ വ്യാഖ്യാനത്തെ വേറെ വിധത്തിലാണ് സ്വീകരിക്കുക. അതായത് ഭാര്യ അടിമയാക്കപ്പെടുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അപ്പം അവിടെ വരുന്ന നിർവചനം, ഇവിടെ ഭർത്താവിന് ചില യോഗ്യതകൾ ആവശ്യമാണ്. അത് ഭാഗവത്തിൽ വീണ്ടും കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിലെ ഭഗവാന്റെ പ്രതിനിധിയാണ്. ഭഗവാന്റെ പ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്, മറ്റൊന്നുമല്ല. ഭഗവാനെ സേവിക്കുകയും ആ സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് ഭാര്യ സഹായിക്കുകയും ചെയ്യുക. അവിടെയാണ് ഭാര്യ ഭർത്താവിനെ നിഴൽ പോലെ പിന്തുടരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ശ്രീമദ് മഹാഭാഗവതത്തില് പ്രഥമ സ്കന്ധത്തില് 3-ാമത്തെ അധ്യായത്തില് വ്യാസമഹർഷി പറഞ്ഞു നിർത്തുന്നുണ്ട്, ശുകദേവ ഗോസ്വാമി പറഞ്ഞു നിർത്തുന്നുണ്ട്, ലൗകികമായ സുഖങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവരിൽ നിന്നും ശ്രീമദ് മഹാഭാഗവതം ശ്രവിക്കാൻ പാടില്ല. സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട് ഉപജീവന മാർഗമായി കൊണ്ടു നടക്കുന്നവരിൽ നിന്നും ശ്രീമദ് മഹാഭാഗവതം
ഭഗവത്ഗീത പോലുള്ള ഗ്രന്ഥങ്ങളിൽ കേൾക്കാൻ പാടില്ല. ഗുരുപരമ്പരയിൽ നിന്ന് തന്നെ ഉള്ളവരിൽ നിന്ന് മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. അതിന് ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. കഴിഞ്ഞ 2 വർഷമായിട്ട് നാട്ടിൽ കേൾക്കുന്നതാണ്. സാധാരണ നാരായണായേതി സമർപ്പയാമി, അതിന്റെ ശ്ലോകം പ്രഹ്ലാദൻ ചേട്ടാ ഒന്ന് ഫുള്ള് പറയാമോ? കായേന വാചാ മനസേന്ദ്രിയൈർവാ തുടങ്ങിക്കോളൂ. ബുദ്ധ്യാത്മനാവ പ്രകൃതി സ്വഭാവ. ഹരേ കൃഷ്ണ ചേട്ടനൊന്ന്, ഹരേ കൃഷ്ണ പ്രഹ്ലാദൻ ചേട്ടൻ ചൊല്ലിക്കോട്ടെ. ചേട്ടാ ചൊല്ലിക്കോളൂ. കായേന വാചാ, ചേട്ടാ മ്യൂട്ട് റിമൂവ് ചെയ്യ്. മ്യൂട്ട് റിമൂവ് ചെയ്യ്. ചേട്ടാ മ്യൂട്ടാണ്. കായേന വാച മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിസ്വഭാവത് കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു സമർപ്പണവും ഇല്ല. പക്ഷെ ഇന്ന് നാട്ടില് അത് ജനകീയമാക്കി എടുത്തിട്ട് കാണുന്ന എല്ലാ ദേവന്മാരുടെ പേരും പിന്നീട് ഫോളോ ചെയ്യാണ്. സമർപ്പയാമി സമർപ്പയാമി സമർപ്പയാമി. ഗുരു ശിഷ്യ പരമ്പരയിലൂടെ വരാതിരുന്നാലുള്ള അപചയമാണിത്. ഭഗവാനെ അറിയാൻ സാധിക്കുകയില്ല. അത് ശ്രീരാമചന്ദ്രൻ കാണിച്ചു കൊടുക്കാൻ ശ്രീമദ് മഹാഭാഗവത്തിൽ പ്രഥമസ്കന്ധത്തിലെ 2ാമത്തെ അധ്യായത്തിൽ വീണ്ടും പറയുന്നു, നമ്മൾ ചെയ്യുന്ന എന്ത് പ്രയത്നവും അത് ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വ്യർത്ഥമാണ്, അത് പരാജയമാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാവണൻ. 18 പുരാണങ്ങളും രാവണൻ അറിയാം, 108 ഉപനിഷത്തുക്കളും രാവണൻ അറിയാം. രാവണനേക്കാൾ വലിയൊരു പണ്ഡിത ശ്രേഷ്ഠൻ അന്ന് അവിടെ ഇല്ല. എല്ലാ മന്ത്രങ്ങളും ഒട്ടേറെ വരങ്ങളും വാങ്ങിച്ച് വെച്ച ഓണർഷിപ്പുള്ള ഒരാളായിരുന്നു രാവണൻ. അതിമാനുഷിക ശക്തി. പക്ഷെ ഒന്നില്ലായിരുന്നു, വിവരം ഇല്ലായിരുന്നു, അജ്ഞനായിരുന്നു. ഭഗവാനെ കുറിച്ച് അറിയില്ലായിരുന്നു. ഭഗവാന്റെ പരമപുരുഷ സ്വഭാവത്തെ പറ്റി രാവണന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കളിച്ച് നമ്മൾ പറയത്തില്ലേ, കനൽക്കട്ടയില് ഉറുമ്പരിക്കുന്നു എന്ന് പറയത്തില്ലേ, അതുപോലെയാണ്. ശ്രീരാമചന്ദ്രന്റെ ഭാര്യയുടെ പുറത്ത് തന്നെ കൈവയ്ക്കാൻ തുടങ്ങി. അന്ന് ശ്രീരാമചന്ദ്രൻ തീരുമാനിച്ചു ഇവനെ ഇട്ട് കളിക്കാമെന്നുള്ളത്. അത് തന്നെയാണ് മഹാഭാരതത്തിൽ സംഭവിച്ചത്. ദ്രൗപദി ദേവിയെ കൗരവ സദസ്സിൽ വെച്ചിട്ട് വസ്ത്രം വിവസ്ത്രയാക്കാൻ ശ്രമിച്ചപ്പോൾ അന്ന് ഭഗവാൻ തീരുമാനിച്ചു കൗരവ കുലത്തെ മുഴുവൻ നശിപ്പിക്കുമെന്നുള്ളത്, കൊല്ലുമെന്നുള്ളത്. ഇവിടെയും അങ്ങനെയാണ് സംഭവിച്ചത്. ശ്രീരാമചന്ദ്രൻ ഭഗവാനോട് കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഭഗവാൻ പെട്ടെന്ന് ശപിച്ചങ്ങ് കളയത്തുന്നില്ല. ഭഗവാനും കളി തുടങ്ങും. കംസന്റെ രാജകൊട്ടാരത്തില് അക്രൂരനെ വിട്ടാണോ സുശീംപ്രഭു ശ്രീകൃഷ്ണ ഭഗവാനെ വിളിക്കുന്നുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാനും ബലരാമനും പോകുന്നുണ്ട്. അപ്പം കംസന്റെ ആ കവാടത്തില്, പ്രവേശന കവാടത്തില് കവലയാഭീഠം എന്ന ആനയെ, വളരെ വലിയ അതിശക്തമായ ബലമുള്ള ആനയെ നിർത്തുന്നുണ്ട് ഭഗവാനെ നേരിടാൻ വേണ്ടിയിട്ട്. ഭഗവാൻ ആ ആനയെ കണ്ടൊന്ന് ചിരിച്ചു. ആനയെ കണ്ട് ചിരിച്ചിട്ട്, ആന മതപ്പാടളകിയ ആനയെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിലും വലിയ ഭ്രാന്തമായ ആവേശത്തോടെ ഈ ആന ഭഗവാന്റെ അടുത്തേക്ക് വന്നു. ഭഗവാൻ ചിരിച്ചുകൊണ്ട് ഒരു തൂവലെടുക്കുന്ന ലാഘവത്തോടെ ആനയുടെ വാലിലൊന്ന് പിടിച്ചിട്ട് ഒന്ന് ചുഴറ്റി. നമ്മൾ സിനിമ സ്റ്റൈൽ കാണത്തില് താക്കോലൊക്കെ ഇട്ട് തുഴക്കുന്നത് പോലെ ഒന്ന് ചുഴറ്റി ഒരേറി എറിഞ്ഞു. ആന ദൂരെ ചെന്ന് വീണിട്ട് വീണ്ടും അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് വീണ്ടും ഭഗവാന്റെ അടുത്തേക്ക് വരികയാണ്. ഭഗവാൻ വീണ്ടും എടുത്തുനിന്ന് ചുഴറ്റിയത്. അങ്ങനെ ഭഗവാൻ ഒരു കളി കളിച്ചു. ഏറ്റവും അവസാനമാണ് ഈ ആനയെ ഒരൊറ്റ എറിഞ്ഞിട്ട് നിലത്ത് ചെന്ന് പതിച്ച് മസ്തകമെല്ലാം പൊട്ടിച്ചിതറി ചിന്ന ഭിന്നമായി.
ഭഗവാനോട് ആരും കളിക്കാൻ നിൽക്കരുത് എന്നുള്ള വാണിംഗ് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടാണ് ഭഗവാൻ കംസന്റെ രാജകൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ ശ്രീരാമചന്ദ്രൻ പ്രത്യക്ഷത്തിൽ ഒന്നും ചെയ്യാതെ ശ്രീരാമചന്ദ്രന്റെ അനുചരനെ, ഭക്തനെ, ഹനുമാൻജിയെ ശ്രീലങ്കയിലോട്ട് പറഞ്ഞു വിട്ടു. ശ്രീലങ്ക മുഴുവൻ അഗ്നിക്കിരയാക്കി തിരിച്ചു വന്നു. എന്നിട്ടും രാവണന്റെ അഹങ്കാരം ശമിച്ചില്ല. ഏതൊരു കാര്യം ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്താതെ ചെയ്യുന്നുവോ അതെല്ലാം വ്യർത്ഥമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് സ്ത്രീകളുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇതാണ് പ്രഭുപാദര് വെറുതെയല്ല പാശ്ചാത്യരുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു. രാമായണവും മഹാഭാരതവും എന്നല്ല, ഭാരതത്തിലെ ഒരു കൃതികളും, എല്ലാ കൃതികളും തന്നെ സ്ത്രീയെ പരിശുദ്ധയായിട്ടാണ്, ലക്ഷ്മി ദേവിയുടെ പ്രതീകമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അത് രാമായണവും മഹാഭാരതവും മാത്രമല്ല, പിന്നീട് ഭാരതത്തിൽ ആ സംസ്കാരത്തിൽ പിറന്നു വന്ന ഓരോ സാഹിത്യകാരന്മാർ പോലും അങ്ങനെയാണ്. അതേസമയം പാശ്ചാത്യ നാടുകളിലേക്ക് പോയി കഴിഞ്ഞാൽ, എക്സാമ്പിൾ ആയിട്ട് ലിയോ ടോൾസ്റ്റോയുടെ കൃതികൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാം തന്നെ, ലിയോ ടോൾസ്റ്റോയുടെ 10 കൃതികൾ എടുത്തു വെക്കണം, എടുത്തു വെച്ചിട്ട് അനലൈസ് ചെയ്യണം. എല്ലാ കൃതികളും തന്നെ സ്ത്രീയെ നെഗറ്റീവായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾ 1-2 ലേഡി ചാറ്റർലീസ് ലവർ, ദ പവർ ഓഫ് ഡാർക്ക്നെസ്, അങ്ങനെയുള്ള കുറെ കഥകളുണ്ട്. ഈ കഥകളൊക്കെ എടുത്തു നോക്കുമ്പം എല്ലാ സ്ത്രീകളും നെഗറ്റീവ് കഥാപാത്രങ്ങൾ. എന്തുകൊണ്ടാണ്? ആ രാജ്യത്തുള്ള സംസ്കാരത്തിന്റെ ബാക്കിപത്രമാണ് അവിടുത്തെ ഓരോ കൃതികളും. റഷ്യൻ നോവലിസ്റ്റ് ആണ് ലിയോ ടോൾസ്റ്റോയ്. റഷ്യയിലാണ് പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. ഇപ്പം സനാതന ധർമ്മത്തെ പോലെ അതിബൃഹത്തായ ഒരു ധർമ്മം, ഒരു ആശയമുള്ള ഒരു രാഷ്ട്രം ലോകത്ത് വേറെയില്ല. അതുകൊണ്ട് തന്നെയാണ് പൂന്താനം നമ്പൂതിരി പറഞ്ഞത്, കാലം ഇന്ന് കലിയുഗമല്ലയോ, ഭാരതം ഈ പ്രദേശവുമല്ലയോ, ഈ ഭാരതത്തിൽ ജനിക്കാൻ ഭാഗ്യം ചെയ്യണം ഭഗവാനെ എന്നുള്ളത്. ശ്രീരാമചന്ദ്രന്റെ പിന്നീട് വീണ്ടും പറയുന്നുണ്ട്, പിന്നെ വനത്തിൽ വെച്ചിട്ട് ശ്രീരാമചന്ദ്രൻ ശൂർപ്പണഖയുടെ നാസിക ഛേദിച്ചു. ശൂർപ്പണഖ രാവണന്റെ സഹോദരിയായിരുന്നു. അതുകൊണ്ടാണ് അതില് വേറെ എക്സാമ്പിൾ തൊട്ട് മുമ്പ് പറയുന്നുണ്ട്. ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ നിർവചനം പറയുന്നുണ്ട്. 6 ഐശ്വര്യങ്ങൾ ചേർന്നതാണ് ഭഗവാന്റെ നിർവചനം. ഐശ്വരസ്യ സമഗ്രസ്യ വീരസ്യ യശസ്വേയ ജ്ഞാന വൈരാഗ്യ യജശൈവ ഷണ്ണാം ഭാഗം ഇതിങ്കന. ഐശ്വര്യം, പിന്നെന്താണ് ജയപ്രകാശ് പ്രഭു? ഐശ്വര്യം, സമ്പത്ത്, ശക്തി, മ്യൂട്ടാണ്, പ്രശസ്തി, സൗന്ദര്യം, അറിവ്, ത്യാഗം. ഇത് പ്രത്യേകം എടുക്കണം. മഹാഭാരത കഥയിലാണെങ്കിലും രാമായണ കഥയിലാണെങ്കിലും ഈ പൗരാണിക ചരിത്രത്തിലെല്ലാം ഈ 6 ക്വാളിറ്റി ശ്രീരാമചന്ദ്ര ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും ചേർന്ന് നിൽക്കുന്നു. അതിലെ അവസാനത്തെ ആ പരിത്യാഗം എന്നുള്ളത്. അത് മാത്രമല്ല, ഐശ്വര്യം, സമ്പത്ത്, ശക്തി, ഈ സൗന്ദര്യത്തെ കണ്ടിട്ടാണ് ശൂർപ്പണഖ വരുന്നത്. ഇത്രയും വലിയ സൗന്ദര്യമുള്ള ഒരു പുരുഷനെ കണ്ടിട്ടേ ഇല്ല ശൂർപ്പണഖ. ശൂർപ്പണഖ എന്നുള്ളതല്ല, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാരും കണ്ടിട്ടില്ല. അത്രയ്ക്ക് തേജസ്സായിരുന്നു ശ്രീരാമചന്ദ്രൻ ഭഗവാൻ. അതിനാകൃഷ്ടയായിട്ട് ശൂർപ്പണഖ വരുന്നുണ്ട്. അതേസമയം ശ്രീരാമചന്ദ്രന്റെ സമ്പത്ത് അതെല്ലാം ത്യജിച്ചിട്ടാണ് ശ്രീരാമചന്ദ്രൻ വരുന്നത്. അപ്പൊ ശ്രീരാമചന്ദ്രന്റെ ക്വാളിറ്റി കൂടി അവൾ കാണിക്കുന്നു. ഒരു നിമിഷം ഭരതൻ പറഞ്ഞതാണ്, ഭരതൻ ശ്രീരാമചന്ദ്രന്റെ കാലയിൽ വീണു, എന്റെ ജ്യേഷ്ഠ, അങ്ങ് പിതൃതുല്യനാണ്, അങ്ങ് ഒരിക്കലും വനത്തിലേക്ക് പോകരുത്. നമ്മുടെ പിതാവ് ചെറുപ്പകാലത്ത് ആ ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പ് കൊണ്ട് നമ്മുടെ ഇളയമ്മ പറയുന്നത് കേട്ട് വശംവതയായി ഏതോ ഒരു വാക്ക് കൊടുത്തു.
അത് ചപലതയായിട്ട് വേണം കണക്കാക്കാൻ. അതുകൊണ്ട് ജ്യേഷ്ഠൻ ഈ ചപലമായ അപലമായ വാക്കുകളിൽ വീഴാതെ ഈ രാജ്യം ഭരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്രൻ പറഞ്ഞത്, അനിയ അങ്ങനെയല്ല, നമ്മുടെ പിതാവ് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അപലതയോ ചപലതയോ എന്നുള്ളതല്ല. പിതാവിന്റെ ഒരു പുത്രൻ എന്നുള്ള രീതിയിൽ ആ പിതാവിന്റെ വാക്ക് നിറവേറ്റുക എന്നുള്ളതാണ് ഒരു പുത്രന്റെ ധർമ്മം എന്ന് അവിടെ പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെയാണ് രാമായണത്തിന്റെ പ്രസക്തി. ഒരു പുത്രൻ എങ്ങനെ ആയിരിക്കണം, ഒരു ഭർത്താവ് എങ്ങനെ ആയിരിക്കണം, ഒരു ഭാര്യ, ഒരു സഹധർമ്മിണി എങ്ങനെ ആയിരിക്കണം. ഭാര്യ എന്തുകൊണ്ടാണ് വാമഭാഗം എന്ന് പറയുന്നത്? 16,108 ഭാര്യമാർ, ആ ഗോപികമാരുടെ അത്രയും സൗന്ദര്യം പിന്നീട് വന്ന് ഈ ലോകത്തിലുള്ള ഓരോ സ്ത്രീകൾക്കും ഉണ്ടായിട്ടില്ല. അങ്ങനെ ആ സൗന്ദര്യം ഇല്ലാതെ വന്നപ്പോഴാണ്, ക്ഷമിക്കണം, നമ്മള് ടെക്സ്റ്റൈൽസും തുണിക്കടയിൽ നിന്നും തരുന്ന വസ്ത്രങ്ങളിൽ അടിമയായിപ്പോയത്. നമ്മൾ അവരുടെ കൺട്രോളിലാണ് പോകുന്നത്. സൗന്ദര്യം അവസാനം ശരീരഭാഗങ്ങൾ കാണിച്ചെങ്കിൽ മാത്രമേ ആ സൗന്ദര്യത്തെ പ്രൊജക്ട് ചെയ്ത് കാണിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള സ്ഥിതി വിശേഷത്തിലൊത്ത് നമ്മൾ ഭാരതം വന്നു. അതേസമയം 16,108 സുന്ദരമായ മനോഹരമായ ഭാര്യമാരെ ഉപേക്ഷിച്ചിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ വനത്തിലേക്ക് പോകുമ്പോൾ അതിൽ പരം ത്യാഗം എന്താണുള്ളത്? ശ്രീമദ് മഹാഭാഗവതം പറയുന്നു വീണ്ടും, ഭഗവാനെ, സ്വന്തം സ്തനങ്ങളില് വിഷം പുരട്ടി അങ്ങയെ കൊല്ലാൻ വേണ്ടി വന്ന മുലയൂട്ടിയ ആ സ്ത്രീത്വത്തെ പോലും ആ ഒരു മാതൃത്വമായി കണ്ടിട്ട്, ഒരമ്മയായി കണ്ടിട്ട് ആ അമ്മയ്ക്ക് അങ്ങ് മോക്ഷം കൊടുത്തല്ലോ. ഇത്രയും കരുണവാനായ അങ്ങേ അല്ലാതെ പിന്നെ ആരെയാണ് ഞാൻ ജീവിതത്തിൽ ആരാധിക്കേണ്ടത്? നോക്കണം ആ ഒരു പരിത്യാഗം, ആ ഒരു ശ്രേഷ്ഠത. അങ്ങനെയുള്ള ആ പരമപുരുഷനായ ഭഗവാനെ നമ്മൾ അടിയുറച്ച വിശ്വാസത്തോടെ നമ്മൾ ആരാധിച്ചു കഴിയുമ്പോൾ, ആ ഭഗവാനെ സേവിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ ചുവടും പുരോഗമനം ഉണ്ടാകും. നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചു, ഓരോ ഭൗതിക ജീവിതത്തിൽ, ഈ കലിയുഗത്തിലെ ഭൗതിക ജീവിതത്തിൽ ഓരോ ചുവടും അപകടകരം നിറഞ്ഞതാണ് എന്ന്. ആ അപകടകരമായ ആ ചുവടുകൾ, ആ കുഴികൾ നികത്തിയെടുക്കാൻ ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് രാവണന്റെ അനിയൻ വിഭീഷണനെ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്തൊക്കെ വന്നിട്ടും വിഭീഷണൻ രാവണനോട് എതിർത്തിരുന്നു. ജ്യേഷ്ഠ, അങ്ങ് ചെയ്യുന്നത് തെറ്റാണ്. ശ്രീരാമചന്ദ്രൻ ആരാണെന്ന് അങ്ങേക്ക് മനസ്സിലാകുന്നില്ലയോ? സീതാദേവി ആരാണെന്ന് മനസ്സിലാകുന്നില്ലയോ? രാവണന്റെ ഭാര്യയുടെ പേര് മണ്ഡോദരി അല്ലേ? രാവണന്റെ ഭാര്യ മണ്ഡോദരി, ശ്രീലങ്ക കത്തുമ്പോൾ മണ്ഡോദരിയും മണ്ഡോദരിയുടെ കൂട്ടുകാരികളും ആ ശ്രീലങ്ക രാജ്യത്തുള്ള എല്ലാ സ്ത്രീകളും ശ്രീരാമചന്ദ്രനെ പഴിക്കുന്നുണ്ട്. രാവണ, നിന്റെ അവിവേകം കൊണ്ടാണ്, നിന്റെ അജ്ഞത കൊണ്ടാണ്, സാക്ഷാൽ ലക്ഷ്മി ദേവിയെ പിടിച്ചു വച്ചത് കൊണ്ടാണ് ഈ രാജ്യത്തിന് നാശം സംഭവിച്ചിരിക്കുന്നത് എന്ന്. അവിടെയാണ് രാമായണത്തിന്റെ പ്രസക്തി. രാമായണം വായിക്കുമ്പോൾ ഓരോ വാക്കുകളും പ്രത്യക്ഷരേ പ്രതിശ്ലോകേ, ഓരോ അക്ഷരത്തിനും ഓരോ വരികൾക്കും പ്രസക്തിയുണ്ട്. അതുകൊണ്ടാണ് രാമായണം വീണ്ടും എല്ലാ കാലഘട്ടത്തും ഒരുപോലെ വായിക്കേണ്ട ഒന്നാണെന്ന് നമ്മൾ പറയുന്നു, പ്രത്യേകിച്ച് ഇവിടുത്തെ ഭരണാധികാരികൾ. അതുകൊണ്ട് തന്നെയാണ് ഒരു രാമരാജ്യം, ഒരു സോഷ്യലിസം സ്ഥാപിക്കണം എന്നുണ്ടെങ്കിൽ ശ്രീരാമചന്ദ്രനെ പിന്തുടർന്നേ പറ്റുകയുള്ളൂ. പിന്നെന്താണ് വീണ്ടും പറയുന്നത്? വീണ്ടും ശ്രീരാമചന്ദ്രൻ ലോകത്തെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പാലം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് വരുണന്റെ അടുത്തേക്ക് വരുന്നുണ്ട്.
സമുദ്രത്തിന്റെ അടുത്ത് വന്നിട്ട് ശ്രീരാമചന്ദ്രനെ വരുണൻ ഗൗനിക്കുന്നില്ല. ശ്രീരാമചന്ദ്രൻ ദേഷ്യം വരുന്നുണ്ട്. അത്രയും ഒരു ദേഷ്യം പിന്നെ രാവണന്റെ അടുത്താണ് കാണുന്നത്. അത്രയും ശ്രീരാമചന്ദ്രൻ ദേഷ്യപ്പെട്ടു. എന്തിനാണ് ദേഷ്യപ്പെട്ടത്? സ്വന്തം ഭാര്യയെ തട്ടിക്കൊണ്ടു പോയപ്പോൾ, അതായത് സ്വന്തം ഭാര്യയെ സംരക്ഷിക്കേണ്ട കടമ ഒരു ഭർത്താവിനാണ്. അതിന് എന്ത് സാഹസവും ഭർത്താവ് കാണിച്ചിരിക്കണം എന്നുള്ള ആശയമാണ്, എന്നുള്ള ധർമ്മമാണ് ശ്രീരാമചന്ദ്രൻ നമുക്ക് കാണിച്ചു തന്നത്. അതിൽ എന്ത് സാഹസവും എടുത്തിരിക്കണം. ഒരു ഭാര്യയെ സംരക്ഷിക്കേണ്ട ചുമതല ഭർത്താവിന് പരിപൂർണമായി കടപ്പെട്ടിരിക്കുന്നു. ഏത് സാഹചര്യത്തിലും. അതുകൊണ്ടാണ് അത്രയും സാഹസികത ശ്രീരാമചന്ദ്രൻ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. ഒരു ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഉപേക്ഷിച്ചില്ല. ആ സമുദ്രത്തിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. വരുണദേവൻ പ്രത്യക്ഷനാകുന്നില്ല. വരുണദേവൻ അഹങ്കാരം കൊണ്ട് വരുന്നില്ല. ശ്രീരാമചന്ദ്രൻ ദേഷ്യപ്പെടുന്നുണ്ട്. വളരെയധികം ആക്രോശിക്കുമ്പോൾ വരുണദേവൻ ഭയപ്പെട്ടുകൊണ്ട് അവിടുന്ന് വരുന്നു. ശ്രീരാമചന്ദ്ര, ക്ഷമിക്കണം. അങ്ങയുടെ പരമോന്നതമായ ആ ശ്രേഷ്ഠത മനസ്സിലാക്കാതെ ഞാൻ എന്റെ അഹങ്കാരം കൊണ്ട് ഞാൻ വരാതിരുന്നു. അതുപോലെയുള്ള അഹങ്കാരം ശമിപ്പിക്കാനാണ് മഹാബലിയെ എടുത്ത് ഭഗവാൻ വാമനാവതാരം കൊണ്ട്. ആരൊക്കെ അഹങ്കരിക്കുന്നുവോ അവിടെ ഒന്നും ഭഗവാന്റെ മുന്നിൽ ഒന്നുമല്ല എന്നുള്ള ഒരു ധ്വനി ഭഗവാൻ അവിടെ കാണിച്ചു തരുന്നു. അങ്ങനെ വരുണ ഭഗവാൻ സറണ്ടർ ആവുകയും ആ ജലത്തിന്റെ ആ ഫ്ലോ പിടിച്ചു നിർത്തുകയും ചെയ്യുന്നു. അങ്ങനെ അവിടെ ഭക്തനെ കൊണ്ട്, ഹനുമാൻജിയെ കൊണ്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പണിയിപ്പിച്ചിട്ട് വീണ്ടും ലങ്കയിലേക്ക് എത്തി സീതാദേവിക്ക് തിരിച്ചു പോകാം. ഹനുമാൻജി വിളിച്ചു, ഭവതി എന്റെ കൂടെ വരൂ, ഞാൻ ശ്രീരാമചന്ദ്രന്റെ അടുത്ത് എത്തിക്കാം എന്ന് പറഞ്ഞപ്പോൾ ആ ലക്ഷ്മി ദേവി പറഞ്ഞു, വേണ്ട, അങ്ങയെ കൊണ്ട് പറ്റുമെന്ന് എനിക്കറിയാം, പക്ഷേ അങ്ങനെയല്ല. എന്റെ ഭർത്താവ് കൂടെ വന്ന് എന്നെ ആരാണോ മോഷ്ടിച്ചുകൊണ്ട് പോയത് അവനെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് വേണം എന്നെ കൊണ്ടുപോകാൻ. അവിടെയാണ് ദ്രൗപദിയും ശപഥം ചെയ്തത്. മഹാഭാരത യുദ്ധത്തില് ഏറ്റവും ലാസ്റ്റില് കോംപ്രമൈസിന് പോകുമ്പോൾ ദ്രൗപദി വിളിക്കുന്നുണ്ട്, കൃഷ്ണ, ഞാൻ പറഞ്ഞ ശപഥം അങ്ങ് മറന്നുപോയോ? കൃഷ്ണൻ അവിടെ ചിരിക്കും. എല്ലാ ശപഥങ്ങളും നിറവേറ്റപ്പെടും. ക്ഷിപ്രം ഭവതി ധർമാത്മാ സ്വശാന്തി നികച്ചതി കൗന്ദയ പ്രതിയാനീഹി ന മേ ഭക്യ പ്രണശ്യതി. എന്റെ ഭക്തന് ഒരിക്കലും നാശം സംഭവിക്കുകയില്ല. അപ്പൊ നമ്മൾ ഭഗവത്ഗീത വായിക്കുമ്പോൾ, നമ്മൾ ഭാഗവതം വായിക്കുമ്പോൾ, രാമായണം വായിക്കുമ്പോൾ ആ ഭഗവാന്റെ വാക്കുകൾ അതേപടി വിശ്വാസപൂർവം എടുക്കുകയും ഇതുപോലുള്ള സജ്ജനങ്ങളുമായിട്ട് സമ്പർക്കം ചെയ്ത് ഭഗവാനെ കൂടുതൽ 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 പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യണം. രാമായണത്തിൽ ഒരു കൂട്ടം സ്തുതികളുണ്ട്. ആ സ്തുതികളൊക്കെ നമ്മൾ വായിക്കണം. രാമായണം ഓരോ ദിവസവും വായിക്കുമ്പോഴും ശ്രീരാമചന്ദ്രൻ നമ്മുടെ ഒപ്പം ഉണ്ടാവും. ശ്രീരാമചന്ദ്രൻ ഒപ്പം ഉണ്ടാവുമ്പോൾ ലക്ഷ്മി ദേവി നമ്മുടെ ഒപ്പം ഉണ്ടാവും. എല്ലാ ഐശ്വര്യങ്ങളും നമുക്ക് കിട്ടും. അതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ രാവണനെ പാഠം പഠിപ്പിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രൻ തിരിച്ചു വരുമ്പോഴത്തേന് രാമായണം പൂർത്തിയായി. അവിടെ ഒരു രാജാവിന്റെ ധർമ്മം, ഒരു ക്ഷത്രിയ ധർമ്മം, ഒരു രാജസിംഹാസനത്തിൽ ഇരുന്നു കഴിഞ്ഞ രാമായണം വായിക്കാത്ത ഒരുത്തൻ, ഒരു ഭരണകർത്താവ് ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ധർമ്മത്തിൽ ഭരിക്കാൻ സാധിക്കും? ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഏതിനും ഒരു ക്വാളിഫിക്കേഷൻ ആവശ്യമാണ്. ഞാൻ അടുത്ത ഇടയ്ക്ക് വായിച്ചതാണ്. ശില്പമാതാജി ഓർമ്മിക്കുന്നുണ്ടോ? ഈ ഒളിമ്പിക്സിൽ എത്ര മിനിറ്റ് കൊണ്ടാണ് മെഡൽ ഓടിയത്? എനിക്ക് ഓർമ്മയില്ല പ്രഭു. 2 മിനിറ്റ് ആണെന്ന് തോന്നുന്നു. ഓക്കെ. അതിന്റെ വേഗം എത്ര കിലോമീറ്റർ ആണെന്ന് എനിക്കറിയില്ല. 2 മിനിറ്റ് സ്പീഡ്, 2 മിനിറ്റിലാണത് റീച്ച് ചെയ്തത്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. 2 മിനിറ്റ് കൊണ്ടാണ്. 2 മിനിറ്റിനുള്ളിൽ നമ്മൾ ആ റീച്ചിങ് പോയിന്റിൽ എത്തുമ്പോൾ ആ 2 മിനിറ്റ് ജയിക്കാൻ വേണ്ടിയിട്ട് ആരോ പറഞ്ഞല്ലോ, ആൻസർ എന്തോ പറഞ്ഞെന്ന് തോന്നല്ലോ. 2 മിനിറ്റ്. ശിശുമോൾ പറഞ്ഞോ? ഞാൻ പറഞ്ഞില്ല.
2 ഹുസൈൻ മിനിറ്റ് ബോൾട്ട് ജയിക്കാൻ ഹുസൈൻ വേണ്ടിയിട്ട് ഹുസൈൻ ബോൾട്ട് ഹുസൈൻ ബോൾട്ട് ആ ഓക്കെ ഹുസൈൻ ബോൾട്ട് കാൾ ലൂയിസ് അല്ല കുറെ പേരുണ്ട്. 100 മീറ്റർ സ്പ്രിന്റിന്റെ ടൈമാണ് അത്. 2 മിനിറ്റ് 2 മിനിറ്റ് സെക്കൻഡ്സ് അല്ലേ? ആ എന്തെങ്കിലും ആവട്ടെ. ഓക്കെ. 2 മിനിറ്റ് ജയിക്കാൻ വേണ്ടിയിട്ട് 20 വർഷം പ്രയത്നിച്ചു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആ റീച്ചിങ് പോയിന്റിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഭഗവാനെ തീർച്ചയായും നമ്മൾ എഫർട്ട് എടുത്ത് നമ്മൾ ഭഗവാനെ വിളിച്ചിരിക്കണം. അല്ലാതെ നാട്ടിൽ കാണുന്നത് പോലെ രാവിലെയും വൈകിട്ടും ചന്തയിൽ പോകുന്നത് പോലെ പോയിട്ട് ഭഗവാനെ കൊണ്ട് തൊഴുതിട്ട് വരുന്നത് തീർച്ചയായിട്ടും അതൊരു കച്ചവട തന്ത്രത്തിന്റെ ഭാഗമാണ്. ഭഗവാനെ കാണാൻ, ഭഗവാനെ ദർശിക്കാൻ, ഭഗവാന്റെ കാര്യം വായിക്കാൻ ദിവസവും നമ്മൾ സമയം കണ്ടെത്തി ഒരു അരമണിക്കൂറെങ്കിലും ഭാഗവതവും ഭഗവത്ഗീതയും വായിക്കണം. ഒരു മണിക്കൂറെങ്കിലും ഹരേ കൃഷ്ണ മഹാമന്ത്രം ഇരുന്ന് ജപിക്കണം. അതായത് അറ്റ്ലീസ്റ്റ് ഒരു 8 റൗണ്ടെങ്കിലും. ഞാൻ റൗണ്ടിന്റെ ഘടന പറയുന്നില്ല. 1 മണിക്കൂർ ഭഗവാന് വേണ്ടിയിട്ട് മെഡിറ്റേറ്റ് ചെയ്യൂ. 24 മണിക്കൂർ നമ്മൾ വെറുതെ കളയുമ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ടോട്ടൽ ഭഗവാന് വേണ്ടിയിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ, ഒരു മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ജീവിതത്തിന് ഉണർവുണ്ടാകും, പുരോഗതി ഉണ്ടാകും. രാമായണത്തില് അടുത്ത ദശാവതാരം രാമായണത്തിനുണ്ടെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഏത് ഭാഗത്താണെന്ന് അറിയാമോ? രാമായണത്തില് ദശാവതാരത്തിന്റെ ചെറിയൊരു റഫറൻസ് പറയുന്നുണ്ട്. അറിയാമോ? രുദ്രവേഷത്താൽ തമോ ഗുണയുക്തന ഇദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും വൈവസതു മനോഭക്തി പ്രസന്നനായി. ജയലക്ഷ്മി മാതാജി അതിന്റെ വാക്ക് വായിക്കും. രാമസീതാ തത്വം എന്ന രാമായണത്തിന്റെ ആ ഭാഗത്ത്, അയോധ്യാകാന്ഡത്തില് രാമസീതാ തത്വം എന്ന ഭാഗത്ത്. ഓക്കെ പ്രഭു, ഞാൻ വീഡിയോ ഓഫ് ചെയ്തിട്ട് വായിക്കാം. ഓക്കെ, ഹരേ കൃഷ്ണ. എവിടെയുള്ളത്? ഇവിടെ ഉണ്ടോ? ഇതിനകത്തുണ്ടോ? അതിലില്ല. രാമായണത്തിലേ ഉള്ളൂ. അത് രാമായണത്തിലെ ശ്ലോകമാണ്. ജയലക്ഷ്മി മാതാജി മ്യൂട്ടിലാണ്. ജയലക്ഷ്മി മാതാജി മ്യൂട്ടിലാണ്. വീഡിയോ ഓഫ് ആക്കാം, പക്ഷേ ജയലക്ഷ്മി മാതാജി മ്യൂട്ടിലാണ്. പ്രഭു ഒരു മിനിറ്റ്, ഞാനൊന്ന് എടുത്തോട്ടെ. ഓക്കെ, എടുത്തു വെക്കണ്ടേ? സാധാരണ ലാപ്ടോപ്പിലാണ് കയറുന്നത്, ഇപ്പൊ മൊബൈലിലാണ് ഞാൻ കയറിയത്, അതുകൊണ്ടാണ്. സോറി കേട്ടോ. നന്നായി. അപ്പൊ അവിടെ എടുത്തു വെക്കട്ടെ. അപ്പം രാമായണത്തിലെ രാമസീതാ തത്വം എന്ന ഭാഗത്താണ് 1450 1460 ശ്ലോകത്തിലോട്ട് വരും. അത് പുസ്തകം പ്രഭു രുദ്രവേഷത്താൽ തൊട്ടാണോ? രുദ്രവേഷത്താൽ തമോഗുണയുക്തനായി അദ്രജാവല്ലഭൻ സംഹരിക്കുന്നതും വൈവസ്വത്വമനു ഭക്തിപ്രസന്നനായി ദേവൻ മകരാവതാരം അനുഷ്ഠിച്ചു. വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേദാവിനാക്കി കൊടുത്തതീ രാഘവൻ. പാഥോനിധിമഥനെ പണ്ടു മന്ദരം പാതാളലോകം പ്രവേശിച്ചതു നേരം. നിഷ്ഠൂരമായൊരു കൂർമാകൃതി പൂണ്ടു പൃഷ്ഠേ ഗിരീന്ദ്രം ധരിച്ചതീ രാഘവൻ. ദുഷ്ടനായൊരു ഹിരണ്യാക്ഷനെ കൊന്നു ദൃഷ്ടിയായി തോറ്റമേൽ ശോണിയെ പൊങ്ങിച്ചു. കാരണവാരിധി തന്നിതിൽ കളിച്ചതും കാരണപുരുഷനാകുമീ രാഘവൻ. നിദ്രാരുമോടൊരു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ ക്രൂരങ്ങളായ നഖരങ്ങളെ കൊണ്ട് ഘോരനായൊരു ഹിരണ്യകശിപൂതൻ
വക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീവരനിവൻ. ഹരേ അതുവരെയല്ലേ കൃഷ്ണ. പ്രഭു? അതെ, ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ, ഹരേ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ ഹരേ. രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായി ദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും വൈവസത മനു ഭക്തി പ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു. വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേധാവിനാക്കി കൊടുത്ത രാഘവൻ. വധോനിധി മഥനെ പണ്ടു മന്ദരം പാതാളലോകം പ്രവേശിച്ചതു നേരം നിഷ്ഠൂരമായൊരു കൂർമാകൃതി കൊണ്ടു പൃഷ്ഠേ ഗിരീന്ദ്രം ധരിച്ച രാഘവൻ. ദുഷ്ടനായൊരു ഹിരണ്യാക്ഷനെ കൊന്നു കൃഷ്ടിയായി തേറ്റമേൽ ക്ഷോണിയെ പൊങ്ങിച്ചു. കാരണവാരിധി തന്നിൽ കളിച്ചതും കാരണപുരുഷനാകുമീ രാഘവൻ. നിർഘാതമോടു നരസിംഹരൂപമായി ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ. നിർഘാതമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ടു ഘോരനായൊരു ഹിരണ്യകശിപുതൻ വക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാ ലക്ഷ്മീവരനിവൻ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അത്രയും അതിശക്തമായ പരമ ദിവ്യോത്തമ പുരുഷൻ ശ്രീരാമചന്ദ്രൻ. ആ ശ്രീരാമചന്ദ്രന്റെ പാതാരവിന്ദങ്ങളിൽ നമ്മൾ ശരണാഗതി അടഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് ഐശ്വര്യം ഉണ്ടാവുകയുള്ളൂ എന്ന് ശ്രീരാമായണം വീണ്ടും പറയുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ അടുത്ത ആഴ്ച നമ്മൾ ശ്രീ സുഖദേവ ഗോസ്വാമിയിലൂടെ നമ്മൾ പോകും. വീണ്ടും എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ? പറഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും തുടങ്ങാം. ശ്രീരാമചന്ദ്രനെ കുറിച്ച് അധ്യായം ശ്ലോകം നമ്പർ 1 വീണ്ടും പറയുന്നു. നമുക്ക് തുടങ്ങി വെക്കാം. PDF പേജ് എടുത്തു. ശ്രീ ശുക ഉവാച. സുഖദേവ ഗോസ്വാമി ശ്രീരാമചന്ദ്രനെ കുറിച്ച് വീണ്ടും പറയുകയാണ്. കർത്താംഗാദീർഘബാഹുച ജഗത്സമാപൃതുശ്രവാഹ അജസ്തതോ മഹാരാജ തസ്മാത് ദശരഥോ അഭവത്. തസ്യാപി ഭഗവാനേഷ സാക്ഷാത് ബ്രഹ്മയോ ഹരിഃ അംശാംശേന ചതുർത്ഥാഗാത് പുത്രത്വം പ്രാപ്തിതസുരൈഃ. രാമലക്ഷ്മണ ഭരത ശത്രുഘ്ന ഇതി സഞ്ജയ. തസ്യാനുചരിതം രാജാ നൃഷിഭിസ്തത്തദൃഷിഭിഃ ശ്രുതം ഹി വർണ്ണിതം ഭൂമി ത്വയാ സീതാപതേർമുഖുഃ. ഇതിന്റെ മലയാളം വിവർത്തനം ഈ 1, 2, 3 ശ്ലോകത്തിന്റെ ശുഭമാതാജി വായിക്കും. PDF എടുത്തിട്ടുണ്ടോ? ഒന്നാമത്തെ വായിക്കാം.
ശുകദേവ ഗോസ്വാമി പറഞ്ഞു. മ്യൂട്ടാണ്. ശുഗദേവ ഗോസ്വാമി പറഞ്ഞു, ഗഡ്വാങ്ക മഹാരാജാവിന്റെ പുത്രനായിരുന്നു ദീർഘബാഹു. അദ്ദേഹത്തിന്റെ പുത്രനായിരുന്നു പ്രസിദ്ധനായ രഘു മഹാരാജാവ്. രഘുവിൽ നിന്ന് അജനും അജനിൽ നിന്ന് മഹാപ്രഭാവനായ ദശരഥ മഹാരാജാവും ജനിച്ചു. പരമകളായ ഭഗവാൻ ദേവന്മാർ പ്രാർത്ഥിച്ചപ്പോൾ തന്റെ വിസ്താരണങ്ങളോടും കൂടി നേരിട്ട് അവതരിച്ചു. അവരുടെ പുണ്യനാമങ്ങൾ രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നിങ്ങനെ ആയിരുന്നു. ഈ പ്രസിദ്ധങ്ങളായ അവതാരങ്ങൾ ദശരഥ മഹാരാജാവിന്റെ 4 പുത്രന്മാരുടെ രൂപത്തിൽ ഉദയം കൊണ്ടു. അല്ലയോ പരീക്ഷിത്ത് മഹാരാജാവേ, സത്യം ദർശിച്ചവരാ. അതിന്റെ ഭാവാർത്ഥം വായിച്ചില്ല. ഭാവാർത്ഥം കൂടെ വായിക്കും. ആദ്യത്തേത് വായിച്ചില്ല. ഭാവാർത്ഥം വായിക്കണമായിരുന്നു. ഓക്കെ, രണ്ടാമത്തെ ഭാവാർത്ഥം വായിച്ചോളൂ. ആദ്യത്തിന് ഇല്ലായിരുന്നു ഭാവാർത്ഥം. രണ്ടാമത്തെ ഭാവാർത്ഥം വായിക്കൂ. ശ്രീരാമനും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളായ ലക്ഷ്മണ, ഭരത, ശത്രുഘ്നന്മാരും ജീവതത്വങ്ങളല്ല, വിഷ്ണു തത്വങ്ങളാണ്. പരമദിവ്യോത്തമ പുരുഷൻ അനേകം രൂപങ്ങളിൽ അവതരിക്കുന്നു. അദ്വൈതം, അച്യുതം, അനാദി, അനന്തരൂപം അവയെല്ലാം ഏകവും സമാനവുമാണെങ്കിലും വിഷ്ണു തത്വത്തിന് അനേകം രൂപങ്ങളും അവതാരങ്ങളും ഉണ്ട്. ബ്രഹ്മസംഹിത 5:39 സ്ഥാപിച്ചിട്ടുള്ളതുപോലെ ഭഗവാൻ രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരുടേതുപോലെ പല രൂപങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. ഈ രൂപങ്ങൾ അദ്ദേഹത്തിന്റെ സൃഷ്ടിയിൽ എവിടെ വേണമെങ്കിലും സ്ഥിതി ചെയ്യാം. ഈ രൂപങ്ങളൊക്കെയും സ്ഥിരമായി ശാശ്വതമായി നിലനിൽക്കും. വ്യത്യസ്ത ഭഗവത് രൂപങ്ങളായി നിലനിൽക്കും. തുല്യമായ ശക്തിയുള്ള പല മെഴുകുതിരികളോട് അവയെ സാദൃശ്യപ്പെടുത്താം. വിഷ്ണു തത്വങ്ങളായ രാമചന്ദ്രദേവനും ലക്ഷ്മണ, ഭരത, ശത്രുഘ്നന്മാരും തുല്യ ശക്തിയുള്ളവരാണ്. ദേവന്മാരുടെ പ്രാർത്ഥന അനുസരിച്ചാണ് അവർ ദശരഥ മഹാരാജാവിന്റെ പുത്രന്മാരായി വന്നത്. പുത്രനായി പറഞ്ഞത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതിന്റെ കണ്ടിന്യൂഷൻ ആര് നോക്കും? വിവർത്തനം ആർക്ക് വായിക്കാം? മലയാളം. അനാമിക അമ്മ വായിക്കാൻ പറ്റുമോ? എന്തോ PDF പേജ് എടുത്തിട്ടില്ല, പ്രിന്റ് എടുത്തിട്ടില്ല. വിപിൻ പ്രഭു PDF എടുത്തിട്ടുണ്ടോ? പ്രസീത മാതാജിക്ക് കിട്ടിയിട്ടുണ്ടോ PDF പ്രിന്റ്? വായിക്കാം. ഇതിനാണോ എനിക്കറിയില്ല. അല്ലയോ പരീക്ഷിത് മഹാരാജാവേ, അല്ലയോ പരീക്ഷിത്ത് മഹാരാജാവേ, സത്യം ദർശിച്ചവരായ മഹാന്മാരായ പുണ്യപുരുഷന്മാരാൽ ശ്രീരാമന്റെ ദിവ്യലീലകൾ വർണ്ണിക്കപ്പെട്ടിരിക്കുന്നു. സീതാമാതാവിന്റെ ഭർത്താവായ ശ്രീരാമചന്ദ്രനെ കുറിച്ച് താങ്കൾ ആവർത്തിച്ച് ശ്രമിച്ചിട്ടുള്ളതിനാൽ ഞാൻ അവ ചുരുക്കി പറയുകയേ ഉള്ളൂ. ദയവായി ശ്രദ്ധിച്ചാലും. ഭാവാർത്ഥം: ഗവേഷണ ബിരുദങ്ങൾ ഉള്ളതിനാൽ വിദ്യാഭ്യാസപരമായി മുന്നേറിയവരെ എന്ന് ഭാവിക്കുന്ന ആധുനിക രാക്ഷസന്മാർ രാമചന്ദ്ര ഭഗവാൻ പരമ ദിവ്യോത്തമ പുരുഷൻ അല്ലെന്നും വെറുമൊരു സാധാരണ മനുഷ്യനാണെന്നും തെളിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ പണ്ഡിതരും ആധ്യാത്മികമായി മുന്നേറിയവരുമായ വ്യക്തികൾ ഒരിക്കലും ഈ ഭാവനകളെ അംഗീകരിക്കില്ല. പരമസത്യം അറിയുന്ന തത്വദർശികൾ അവതരിപ്പിച്ചിട്ടുള്ള ശ്രീരാമനെയും അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെയും മാത്രമേ അവർ സ്വീകരിക്കൂ. ഭഗവത്ഗീതയിൽ 4:34 പരമ ദിവ്യോത്തമ പുരുഷൻ ഉപദേശിക്കുന്നു. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേശ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനാസ് തത്വദർശിനഃ. ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിച്ച് സത്യത്തെ കുറിച്ച് അറിയാൻ ശ്രമിക്കണം. അദ്ദേഹത്തെ സേവിക്കുക. അദ്ദേഹത്തിൽ നിന്ന് വിനയപൂർവ്വം ചോദിച്ചറിയുക. ആത്മസാക്ഷാത്കാരം നേടിയ ഒരാൾ സത്യം കണ്ടറിഞ്ഞിരിക്കുകയാൽ ജ്ഞാനം പകർന്നു തരാൻ അദ്ദേഹത്തിന് കഴിയും. ഒരാൾ തത്വദർശി അല്ലെങ്കിൽ പരമസത്യത്തെ കുറിച്ച് പൂർണ്ണ ജ്ഞാനമില്ലെങ്കിൽ പരമപുരുഷന്റെ ചരിതങ്ങൾ വർണ്ണിക്കാൻ കഴിയുകയില്ല. അതിനാൽ രാമായണങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവ അഥവാ ശ്രീരാമചന്ദ്രന്റെ
കൃത്യങ്ങളുടെ ചരിത്രങ്ങൾ എത്രയോ എണ്ണമുണ്ടെങ്കിലും അവയിൽ പലതും യഥാർത്ഥത്തിൽ ആധികാരികമല്ല. ചിലപ്പോൾ സ്വന്തം ഭാവനയ്ക്കും ഊഹാപോഹങ്ങൾക്കും ഭൗതിക വികാര ചപലതകൾക്കും അനുസൃതമായി ശ്രീരാമന്റെ ചരിത്രങ്ങൾ വർണ്ണിച്ചു കാണാം. പക്ഷെ ശ്രീരാമന്റെ സ്വഭാവ സവിശേഷതകൾ ഭാവനാത്മകമായി കൈകാര്യം ചെയ്യാൻ പാടുള്ളതല്ല. ശ്രീരാമന്റെ ചരിതം വിവരിക്കവേ സുഖദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിനോട് പറഞ്ഞു, താങ്കൾ ഇതിനകം ശ്രീരാമന്റെ ചരിതങ്ങളെ കുറിച്ച് കേട്ടു കഴിഞ്ഞിരിക്കുന്നു. 5000 വർഷങ്ങൾക്ക് മുമ്പ് അനേകം രാമായണങ്ങൾ ശ്രീരാമചരിതങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തം. ഇപ്പോഴും അനേകമെണ്ണമുണ്ട്. പക്ഷെ നാം തത്വദർശികൾ തത്വദർശിന എഴുതിയ ഗ്രന്ഥങ്ങൾ മാത്രമേ തിരഞ്ഞെടുക്കാവൂ. അല്ലാതെ ഒരു ഗവേഷണ ബിരുദത്തിന്റെ പേരിൽ അറിവുണ്ടെന്ന് അഭിമാനിക്കുന്ന പണ്ഡിത മാന്യന്മാരുടെ പുസ്തകങ്ങളല്ല. സുഖദേവ ഗോസ്വാമിയുടെ താക്കീതാണിത്. ഋഷിബിസ്ത തത്വദർശി വാൽമീകി രചിച്ച രാമായണം ബൃഹത്തായ കാവ്യമാണെങ്കിലും അതേ ചരിത്രങ്ങൾ സുഖദേവ ഗോസ്വാമി ഏതാനും ശ്ലോകങ്ങളിലായി ചുരുക്കി പറഞ്ഞിരിക്കുന്നു. എത്ര മനോഹരമായിട്ടാണ് ഇവിടെ പ്രഭുപാദർ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് വാൽമീകിയുടെ രാമായണം മഹാഭാഗവതത്തില് വ്യാസമഹർഷി ചുരുക്കി കൊടുത്തിരിക്കുന്നത്. ഇതിലൊന്നും അഭംഗി വന്നിട്ടില്ല. പറഞ്ഞിരിക്കുന്നത് ഇത്തരം വാക്കുകൾ രാമായണം അല്ലെങ്കിൽ ഭഗവാനെ ഗവേഷണ ബിരുദങ്ങൾ കൊണ്ട് കളിക്കുന്നവരെ കൊണ്ടുള്ള വ്യാകരണങ്ങൾ വായിക്കരുത് എന്ന് കൃത്യമായിട്ട് മഹാഭാരതത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ശുകദേവ ഗോസ്വാമി പോലും തെളിച്ച് പറയുന്നുണ്ട്. അതിന്റെ യഥാർത്ഥ ഉദാഹരണം അടുത്ത കാലത്ത് ഒരു ലിവിങ് എക്സാമ്പിൾ ആണ് ഈ തൃശ്ശൂര് ശില്പമാതി തൃശ്ശൂർ കേരളവർമ്മ കോളേജിലല്ലേ സംഭവം ഉണ്ടായിരിക്കുന്നത്, ഉണ്ടായത് മ്യൂട്ടാണ്. ഒരാളെ അറ്റാക്ക് ചെയ്തതോ? അല്ല, പിന്നെ സരസ്വതി ദേവിയൊക്കെ വികൃതമായി ചിത്രീകരിക്കുകയൊക്കെ ചെയ്ത ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് കേരളവർമ്മ കോളേജിൽ. അതേ കേരളവർമ്മ കോളേജിൽ ഞാൻ പറഞ്ഞു തന്ന അവരെ കുറിച്ച് അല്ല, അതേ കേരളവർമ്മ കോളേജില് ഇതേ പീരീഡിൽ വേറൊരു ലെക്ചറാണോ പ്രൊഫസറാണോ ജയ നിഷ എന്ന് പറയും, അവരും അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അവരാണ് ഈ അടുത്ത കാലത്ത് 18 പുരാണങ്ങളെ ട്രാൻസ്ലേറ്റ് ചെയ്തത് മലയാളത്തിലോട്ട്. ഒരേ കാലഘട്ടത്തിലുള്ള 2 സ്വഭാവത്തിന്റെ മഹിമകളാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ അറിവ് ഭഗവാനെ അളക്കാനുള്ള അളവുകോലാകില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ മെനക്കെട്ടിറങ്ങി പൗരാണിക ചരിത്രകാരന്മാര് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ബുദ്ധിപ്രണിപ്രാദേന പരിപ്രശ്നേന സേവയാണ്. അതല്ലാതെ വേറെ ഒരു വഴിയുമില്ല. ഭഗവാനെ അറിയണം എന്നുണ്ടെങ്കിൽ അത് മാത്രമേ വഴിയുള്ളൂ. ഊഹാപോഹങ്ങളിലൂടെ ഭഗവാനെ അളക്കുകയും അതേപോലെ കച്ചവടത്തിന് വേണ്ടിയിട്ട് വായിക്കുന്നവരിൽ നിന്ന് ഭാഗവതം ശ്രവിക്കുകയും ലൗകിക സുഖങ്ങളിൽ മാത്രം മുഴുകിക്കഴിയുന്നവരിൽ നിന്ന് ഭഗവാനെ കുറിച്ച് കേൾക്കുകയും ചെയ്യരുത് എന്ന് ശുകദേവ ഗോസ്വാമി കൃത്യമായിട്ട് പറയുന്നു. ഇവിടെ രാമായണത്തിന്റെ ഇന്നത്തെ ഇവിടെ നമ്മൾ പൂർത്തീകരിക്കുമ്പോൾ ശ്രീരാമചന്ദ്രന്റെ മഹിമയും നമ്മുടെ ജീവിത തത്വങ്ങളെ കുറിച്ചും ജീവിത ദർശനങ്ങളെ കുറിച്ചും കൂടി നമ്മൾ അറിഞ്ഞു. ഹരേ കൃഷ്ണ. ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ നമുക്ക് സംസാരിക്കാം. ഹരേ കൃഷ്ണ. ആക്ഷേപങ്ങൾ, അഭിപ്രായങ്ങൾ എല്ലാം. രാജീവ് പ്രഭു ഓണായി പറയൂ. അതെ, 15 മിനിറ്റ് ഉണ്ട്. നമ്മൾ 8 മണിക്ക് നിർത്തണം. ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ. ഇതിനിടയ്ക്ക് രുക്മിണി വിദ്യാ മാതാജി എന്തെങ്കിലും പറയാൻ കാണും? ഒന്നും പറയാനില്ല. ഒന്നുമില്ല. അങ്ങനെ വരത്തില്ലല്ലോ. സാധാരണഗതിയിൽ എന്തെങ്കിലും ഒന്ന് പറയുന്നതാണ്.
ഒരു ചെറിയ പടക്കത്തിനെങ്കിലും തിരി കൊടുത്തു വരും അല്ലേ? സുരേഷ്, നമ്മുടെ സുരേഷ് അവർ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. സുരേഷ് ഗോപി പ്രഭു അല്ല പറഞ്ഞതേ, നമ്മുടെ ഒരു സുരേഷ് ഐഫോൺ എന്ന് കാണിച്ചിട്ടുണ്ട്. ഞാൻ അതാ പറഞ്ഞത്. അയ്യർ അവറുകൾ. ഓക്കെ, ശിശിയും പ്രഭുവിലോട്ട് വരാം. അത് കഴിഞ്ഞിട്ട് ജയപ്രകാശ് പ്രഭുവിലോട്ട് വരാം. ശ്രീരാമൻ കഴിഞ്ഞ ആഴ്ച വായിച്ച കാര്യങ്ങളും കേട്ട കാര്യങ്ങളും പറയും. സുന്ദർ പ്രഭുവിന്റെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. വളരെ നല്ല രസമുള്ള പ്രോഗ്രാം, നല്ല ഇൻട്രസ്റ്റിംഗ് പ്രോഗ്രാം. അതിൽ ദശരഥന്റെ കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം 64ാമത്തെ എന്താ പറയാ രാജാവാണ്. ഇക്ഷാവു തലമുറയാണ്. വിവസ്വാൻ, മനു, ഇക്ഷാകു, പിന്നെ അതിങ്ങനെ വന്ന് രഘു 64. അദ്ദേഹത്തിന് ദശരഥൻ എന്ന് പേര് വരാനുള്ള ഒരു കാരണമുണ്ട്. അതായത് ഈ 10 ഡയറക്ഷനിൽ അദ്ദേഹത്തിന് ഈ രഥത്തിനെ ചലിപ്പിക്കാൻ പറ്റും. 10 ഡയറക്ഷൻ അറിയായിരിക്കുമല്ലോ. ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ്, അങ്ങനെ 8. പിന്നെ മേളിലോട്ടും താഴോട്ടും 10 ഡയറക്ഷൻ. രഥത്തിനെ യുദ്ധം ചെയ്യാനും പോവാറുണ്ട് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം ശനിദേവനുമായിട്ട് യുദ്ധം ചെയ്യാൻ പോകും. ശനിദേവനുമായിട്ട് യുദ്ധം ചെയ്യാൻ പോയി അദ്ദേഹം ശനിദേവനെ യുദ്ധം ചെയ്ത് തോറ്റ് താഴോട്ട് വീഴും. താഴോട്ട് വീഴുമ്പം ജഡായുവിന്റെ ചിറക് കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യും അദ്ദേഹം. എന്നിട്ട് ജഡായുവിനൊരു പിന്നെ ഇതെന്നുള്ള നിലയ്ക്ക് ഒരു വരം കൊടുക്കും. ജഡായു വരം ചോദിക്കും, നിങ്ങൾക്കൊരു മകനുണ്ടാവുമെങ്കിൽ അവന്റെ അച്ഛന്റെ സ്ഥാനം എനിക്കും കൂടെ ഷെയർ ചെയ്യണം. ജഡായു അങ്ങനെയാണ് പിന്നെ രാമന്റെ മണി കിടന്നാണ് ജഡായു മരിക്കുന്നത്. പക്ഷെ ദശരഥന് അതിനുള്ള ഒരു ഇത് ഉണ്ടാവും, മക്കളാരുമില്ല, അങ്ങനെ ഷെയർ ചെയ്യപ്പെട്ടു പോയി. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നാണ് സുന്ദർപ്രഭുവിന്റെ ഒരു വേർഷനാണ്. വളരെ ആരണ്യകാണ്ഡത്തില് ഐ തിങ്ക് പഞ്ചവടിയിലാണ് ജഡായുവിനെ ആദ്യം ശ്രീരാമചന്ദ്രൻ കാണുന്നത്. അപ്പൊ ആദ്യം അസ്ത്രം എടുക്കും. ബിക്കോസ് ഭയങ്കര ഒരു ഹ്യൂജ് ഒരു ബേർഡ് ആണ്. അപ്പം അത് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പോവാന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ ആയുധം എടുക്കുന്നത്. അപ്പോഴാണ് ജഡായു പറയുന്നത്, ഞാൻ നിങ്ങളുടെ അച്ഛന്റെ സുഹൃത്താണ്, ആൻഡ് നിങ്ങളുടെ ഒപ്പം ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ആശ്രമത്തില്. അങ്ങനെയാണ് തുടങ്ങണം അവിടെ. അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് അതിനകത്തുണ്ട്. ഞാൻ ഷെയർ ചെയ്യാം പ്രസാദത്തില്. സുന്ദർ പ്രഭുവിന്റെ പ്രഭാഷണം ഓരോ ദിവസവും ഉണ്ട്, ഓരോ മണിക്കൂറാണ്. ക്ഷമയുള്ളവർക്ക് കേൾക്കാം. നല്ല നരേഷനാണ്, നല്ല ഒരു എക്സ്പ്ലനേഷൻ ആണ്. അതിനകത്ത് ഒരുപാട് ഇൻഫർമേഷൻ വിശ്വാമിത്ര മഹർഷിയെ കുറിച്ചും വിശ്വാമിത്ര മഹർഷിയുടെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചും 2 കാര്യങ്ങളാണ് ചെയ്യിക്കുന്നത് ഇതിനകത്ത് രാമായണത്തിൽ. പിന്നെ രാമായണത്തിന്റെ പ്രത്യേകത, രാമായണത്തില് 99% ശ്ലോകങ്ങളും രാമനെ സംബന്ധിക്കുന്നതാണ്. മഹാഭാരതത്തിൽ അങ്ങനെയല്ല. കൃഷ്ണൻ ഹീറോ ആണെങ്കിലും കൃഷ്ണനെ കുറിച്ച് കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് രാമായണമാണ് സ്പിരിച്വൽ ഗ്രന്ഥത്തിൽ മഹാഭാരതത്തിന്റെ മേളിൽ. അതുകൊണ്ടാണ് രാമായണം വായിക്കുന്നത് ഉത്കൃഷ്ടമായി മാറുന്നത്. കാരണം രാമായണത്തിൽ എല്ലാം രാമനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളേ ഉള്ളൂ. മഹാഭാരതത്തിൽ അങ്ങനെയല്ല, ഒരുപാട് ക്യാരക്ടേഴ്സും ഒരുപാട് കഥകളും ഉപകഥകളുമായിട്ട്. കൃഷ്ണൻ ഹീറോ ആണെങ്കിലും കൃഷ്ണനെ കുറിച്ച് കുറച്ചേ ഉള്ളൂ. രാമായണത്തിൽ 100% രാമനാണ്. രാമനുമായി ബന്ധപ്പെടാത്ത ഒരു കാര്യമില്ല അതിനകത്ത്. അതുകൊണ്ട് രാമായണം ഇസ് ഹയർ. കുറച്ച് ശ്ലോകങ്ങളേ ഉള്ളൂ, പക്ഷെ അത് ഫുൾ 24,000 ശ്ലോകമാണ്. അങ്ങനെ ഒരു ഇത് കൂടെ ഉണ്ട് രാമായണത്തിന്. രാമായണം ഇസ് മച്ച് ബെറ്റർ എന്നുള്ള ഒരു ഇതാണ്. മഹാഭാരതം വായിക്കുന്നതിന്റെ ഒന്നും രാമായണം, ഭാഗവതത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. മഹാഭാരതവും ഇതിഹാസങ്ങൾ എഴുതിയതായിട്ട് നോക്കുമ്പോൾ 2 കൂട്ടരും സമകാലീനരാണ്. എഴുതിയവരെല്ലാം അവിടെ ഉണ്ട്, അതിൽ കഥാപാത്രങ്ങളാണ്. അതുകൊണ്ടാണ് അത് ഇതിഹാസമായത്. അവർ തന്നെ കണ്ടിട്ട് എഴുതിയിരിക്കുകയാണ്.
അങ്ങനെ കുറെ ഞാൻ ഇത് ഷെയർ ചെയ്യാം. 8 ദിവസം വരെ ആയിട്ടുണ്ട്. കേട്ടാൽ ഒരുപാട് ഇൻഫർമേഷൻ രാമായണത്തെ കുറിച്ചും ആധികാരികമായ ഇൻഫർമേഷൻ. എനിക്കൊരു ഇൻഫർമേഷൻ ഉണ്ട് ജടായുവിനെ കുറിച്ച് ഷെയർ ചെയ്യാനായിട്ട്. ഒരു കൊച്ചു ഇൻഫർമേഷൻ ആണ്. ജസ്റ്റ് ഐ തോട്ട് ഓഫ് ഷെയറിംഗ്. ഓക്കെ, ഇറ്റ് വിൽ ടേക്ക് 2 seconds only. ഓക്കെ, അപ്പോ വാട്ട് ഹാപ്പൻഡ് ഇസ് നമ്മുടെ രാവണൻ സീതയെ കൊണ്ടുപോകുമ്പോൾ അപഹരണം ചെയ്യുമ്പോ Jatayu is the one who is like attacking Ravana. Okay, now Jatayu is really powerful. Okay, he is actually as powerful of Ravana, powerful than, I mean, they are equals. Okay, Ravana and Jatayu, they are really equals. Appo avaru renduperum they were like on a combat. Adu theeranillairunnu. The combat was like going on for a long time, and then Ravana had this idea. Appo Ravana endu parayunu, he's asking Jatayu, you tell me your weak point, I will tell you my weak point, and then we will then namukku second round of combat il povam. Appo Jatayu will say my weak point is my wings, and the wings il attack cheyidal I am god. Appo Ravanan parayum ende feet ilana ende weak point irikkunna, if you attack there then I am also gone. Jatayu will attack on his feet, Ravana will endha paraya, he will slice his wings out. Okay, and then while Jatayu is falling, Ravana will tell, I cheated you. My feet is not my weak point, and the stomach and the weak point. Appo attack I would have died. Appo when Rama finally, like when he's going in search of Sita and he talks to Jatayu, he sees a wounded Jatayu. Jatayu shares the secret. This is where you have to aim the stomach, then only he will die. Endu parnadu. So I thought I'll just share this. Oh, That's very good. Yeah. Thank you. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ പടക്കത്തിന് തിരികൊളുത്തി എന്നുള്ളത്. ഇത് രാമായണം ഒന്ന് ഡീപ്പായിട്ട് പോകാൻ തന്നെ കാരണം സുശീം പ്രഭു ഞാനിവിടെ ഉള്ളപ്പോൾ ഞങ്ങൾ രാമായണത്തെ പറ്റി സംസാരിക്കുകയും, ഓർമ്മയുണ്ടോ പ്രഭു? ഞങ്ങള് തുടങ്ങിയത് രാമായണം ഈസ് നോട്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻസ് ഇൻ ദിസ് പീരീഡ് സ്റ്റേറ്റ്മെന്റിൽ ഞങ്ങൾ പോവുകയും പിന്നെ ഞങ്ങളെ രാമായണത്തിലോട്ട് ഡെപ്ത് ആയിട്ട് പോയി എന്നുള്ളതാണ് സത്യം, അല്ലേ? ഭയങ്കര ഇതാണ് കേട്ടോ. അത് കേട്ട് കഴിഞ്ഞാൽ അതിനകത്ത് വേറെയും വരുന്നുണ്ട്, ഒരുപാടുണ്ട് ഇവിടെ. ഇതിന്റെ രാമായണത്തിന്റെ നരേഷൻ ഉണ്ട്, ക്ലിയർ നരേഷനും ഉണ്ട്. വളരെ ക്ലിയർ ആയിട്ട് സീതാദേവിയുടെ ഇതൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. സീതാദേവി ഇറിറ്റേറ്റ് ചെയ്യുന്നതും ലക്ഷ്മണനെ പറഞ്ഞു വിടുന്നതും എല്ലാം വളരെ ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും ഐ തിങ്ക് രാമായണം ഇസ് ഫുൾ ഓഫ് ധർമ്മ. ധർമ്മ ആണ് അവിടെ ഇമ്പോർട്ടൻസ്, ഹൗ ടു ലീഡ് എ ധാർമിക് ലൈഫ്. ഇപ്പൊ സീതാദേവിനെ കല്യാണം കഴിക്കുന്ന ഒരു രംഗമുണ്ട്, വേർ ജനക മഹാരാജ് കന്യാദാനം ചെയ്യും. സീതാദേവിയുടെ കൈ ശ്രീരാമന്റെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് ജനകർ മഹാരാജ് പറയും, പിയം സീതാ മമ സുത സഹധർമാചരിതവാൻ പ്രതിഹാ ചൈവാം ഭദ്രം തേ പാണും ദൃണേശ പാണിനാം എന്ന് പറയും. എന്താന്ന് വെച്ചാ, സീത നീ ഈ ശ്രീരാമന്റെ സഹധർമ്മിണിയാണ്, അല്ലെങ്കിൽ ധർമ്മപത്നിയാണ്. നമ്മൾ ഒരിക്കലും ഒരു പതിയെ നമ്മൾ ധർമ്മപതി എന്ന് വിളിക്കില്ല, പക്ഷെ പത്നിനെയാണ് നമ്മൾ. ഇപ്പം ഷീ ഈസ് ദ വൺ ടു അപ്ഹോൾഡ് ദ ധർമ്മ ഇൻ ദാറ്റ് മാരേജ്. ഷീ ഹാസ് എ ധർമ്മ ടുവേർഡ്സ് ഹർ ഹസ്ബൻഡ്. She has a dharma towards his parents. She has a dharma to her own parents, to the children and to the society. So അതിന് വലിയൊരു ഇമ്പോർട്ടൻസ് ആണ്. നിങ്ങളുടെ ഹസ്ബൻഡ് ഏറ്റവും അഗ്ലി ഒരാളായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും പാവപ്പെട്ടവനായിരിക്കും, പൈസ ഒന്നും ഇല്ലാത്തവൻ, ബട്ട് ഹി ഈസ് യുവർ ഹസ്ബൻഡ്. ആ വാല്യൂ ആണ് അവിടെ പഠിപ്പിക്കുന്നത്. So that's a great lessons, which we can learn from Ramayana. Dharma, totally dharma ആണ്. ഹരേ കൃഷ്ണ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻസ് ആണ് ഇന്ന് നമുക്ക് കിട്ടിയത്. ആ ഒരു വാക്ക് ഞാനത് ഹൈലൈറ്റ് ചെയ്തത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആ സീതാദേവിയെ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അവിടെ ഒരു തിരുത്തൽ കൊടുത്തത് അപഹരിച്ചു, തിരുത്തില്ലേ അവിടെ, അപഹരിച്ചു എന്നുള്ളത്. ആ ഒരു വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ മലയാളം പഠിക്കാത്ത ഒരാളാണ്. അല്ല, അപഹരിച്ചു എന്നുള്ളതാണ് കാര്യം. കൊണ്ടുപോയി തന്നെ ലാഘവത്തോടെ കൊണ്ടുപോയി, ഏതൊരു സാധനം എടുത്തോണ്ട് പോയി. പക്ഷെ അപഹരിച്ചു എന്ന് പറയുമ്പോഴാണ് അതിന്റെ ഡെപ്ത് വരുന്നു. അതുപോലെ തന്നെ രാവണനെ ശ്രീരാമചന്ദ്രൻ പറയുന്നുണ്ട്. നമ്മൾ സാധാരണ നീ ഒരു പുല്ലാന്ന് പറയും, പക്ഷെ ഇവിടെ രാവണനെ ശ്രീരാമചന്ദ്രൻ ഉപമിച്ചത് നീ വെറും ലൈക്ക് എ യൂറിൻ, നീ വെറും മൂത്രത്തെ പോലെയാണെന്നാണ്. അത്ര ഒരു
മ്യൂട്ട് ആക്കിയിട്ടും മ്യൂട്ട് ആവുന്നില്ല. രാമായണം വായിക്കുന്നു ആരോ. അപ്പൊ അത്രയും ശ്രീരാമചന്ദ്രന്റെ വാക്കുകള് അതുപോലെ ഹനുമാൻ ദേവന്റെ വാക്കുകളൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഓരോ വാക്കുകളും എങ്ങനെ അത് പ്രയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് അതിന്റെ തനിമയോടെ കേൾക്കണം എന്നുണ്ടെങ്കിൽ അത് വാൽമീകി രാമായണം തന്നെ എടുത്തു വായിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ വാൽമീകി രാമായണത്തിന്റെ ട്രൂ ട്രാൻസ്ലേഷൻ ആണ് ഭക്തിവികാസ് മഹാരാജ് തന്നിരിക്കുന്നത്. ഹരേ കൃഷ്ണൻ ഭക്തിവികാസ് സ്വാമി മഹാരാജ് ഉണ്ട്, പിന്നെ പൂർണ്ണപ്രജ്ഞദാസ് ഉണ്ട്, അങ്ങനെ തന്നിരിക്കുന്നത്. ഹരേ കൃഷ്ണ. ജയപ്രകാശ് പ്രഭു. പറയാം. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാണ്. ഒന്നും പറയാനല്ലോ ബ്രോ. സുശീൽ പ്രഭു എല്ലാം പറഞ്ഞു. ഞാൻ അയച്ചുതരാം. ഒരുപാടുണ്ട്. അത് കണക്ക് തന്നെ ഇദ്ദേഹം കൈകേയും വെറുതെ വരം കൊടുത്തതല്ല. അദ്ദേഹം ഒരു യുദ്ധത്തില് ഇന്ദ്രൻ വിളിച്ചോണ്ട് പോയുള്ള ഒരു യുദ്ധത്തില് ബോധം കെട്ട് വീണപ്പം കൈകേയിയാണ് അദ്ദേഹത്തിന് രഥം നയിച്ച് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി റിക്കവർ ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ മരിച്ചു പോകും, ആ യുദ്ധത്തിൽ തോറ്റുപോകും അദ്ദേഹം. അത് ജയിക്കാനും അദ്ദേഹത്തിന്റെ യശസ് നിലനിർത്താനും കാരണമായത് കൊണ്ടാണ് അങ്ങനെ ഒരു വരം ഓഫർ ചെയ്തത്. അത്രയ്ക്ക് ഇന്ദ്രൻ പോലും ഇദ്ദേഹത്തിനെ വിളിച്ചോണ്ട് പോകരുത് യുദ്ധം ചെയ്യാൻ. ഇന്ദ്രന് പറ്റാത്ത കേസ്. അത്രയ്ക്ക് പവർഫുൾ ആയിരുന്നു ദശരഥൻ. അതുകൊണ്ടാണ് പിന്നെ വിശ്വാമിത്ര മഹർഷി രാമനെ വിട്ടുകൊടുക്കണമെന്ന് പറയുമ്പം ദശരഥ മഹാരാജാവ് പറയും ഞാൻ വരാം അതിന് പകരം, ഇവൻ കൊച്ചു പയ്യനാണ്, അവനെ കൊണ്ടുപോകാൻ പറ്റില്ല. അത് ദശരഥ മഹാരാജാവ് അത്രയ്ക്ക് പവർഫുൾ ആണ്. പക്ഷെ വിശ്വാമിത്ര മഹർഷി ചോദിക്കുന്ന രാമനെയാണ്. രാമൻ അവിടെ പിന്നെ അദ്ദേഹത്തിന് ആ യജ്ഞം ചെയ്യാനായിട്ട് തടസ്സമുണ്ട്. ഈ താടകയും മാരീചനും അവര് രണ്ടുപേരെയും കൊല്ലാനുള്ള ആളിനെ ആയിട്ടാണ് രാമനെ ചോദിക്കുന്നത്. അതിന്റെ കുറെ ആ ഒരു സെഷനിൽ നിൽക്കുന്നതേ ഉള്ളൂ. ഞാനത് കേട്ടിട്ട് ചെയ്യായിരുന്നു. അതിനകത്ത് കാരണങ്ങൾ വേറെ ഉണ്ട് എന്തുകൊണ്ട് രാമനെ ചോദിക്കുന്നു. അത് ആക്ച്വലി സുബാഹു മാരീച അവര് ഭയങ്കരമായിട്ട് അതിനൊരു ചെറിയ സ്റ്റോറി അടുത്ത പ്രാവശ്യം പറയാം. വെരി ഇൻട്രസ്റ്റിംഗ്. വിശ്വാമിത്ര മഹർഷിയുടെയൊക്കെ ഒരുപാട് സ്റ്റോറീസ് അതിൽ പറയുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ ഇത്തവണയാണ് അത് ഇത്രയും ഇതായിട്ട് കേൾക്കുന്നത്. ഓരോ മണിക്കൂറാണ്. സുന്ദർപ്രഭു വളരെ കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഫേസ്ബുക്കിലും ഉണ്ട്. നമ്മള് ഈ വേറെ പലതരത്തിലും വരുന്നു. ഈ ഒരു പാട്ട് ഞാൻ വേഗം ഒന്ന് പറഞ്ഞേക്കാം. അതായത് Ravana, like I said earlier, Ravana was actually ഈ ബ്രാഹ്മിൻസിനൊക്കെ കുറെ ഉപദ്രവിക്കായിരുന്നു. So the Brahmins in Sri Lanka used to run for life. Okay, they were here and there and they complained to Vishwamitra. So Vishwamitra was doing a tapasya. പുള്ളിക്കാരൻ ഒരു he decided to do a sacrifice. അപ്പൊ അത് സക്സസ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് Ravana has sent his uncle Maricha, his brothers, cousin brothers, Subahu, അവരെയൊക്കെ അയച്ചു എപ്പോഴും ഉപദ്രവിക്കാനായിട്ട്. ലൈക് they will pour blood into the sacrificial fire. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ that's why Vishwamitra asked help of Dasharatha to send Rama, and Dasharatha എന്ത് ചെയ്യുന്നു വെച്ചാൽ he'll send Shatrugna and Bharata. അപ്പൊ വിശ്വാമിത്രൻ he will കിങ് ഭരണയിൽ എന്ന് പറഞ്ഞിട്ട് he will take them വന്നിട്ട് ഒരു ക്രോസ് റോഡിൽ എത്തിയിട്ട് പറയും see this is ഒരു ലോങ് വേ ആണ്, ഇത് ഷോർട്ട് കട്ട് ആണ്, ഏത് വഴി which one do you choose? Okay, long way പോയാൽ there will be attack from Rakshasas, but I will teach you spells. There is a short way which you can also if you want. അപ്പൊ ഇവർ രണ്ടുപേരും എനിക്ക് ഷോർട്ട് കട്ട് മതിയെന്ന്. ഷോർട്ട് കട്ട് നേരെ it is going back to the palace and they are back in front of the king. And then he says, now you have to give me Rama. Appo Rama and Lakshmana also come. അവർ രണ്ടുപേരും പിന്നെയും പോകും. ആ ക്രോസ് റോഡിൽ എത്തിയിട്ട് വിശ്വാമിത്ര will ask the same question. അപ്പൊ Rama will say, I want to take the long way. ആ long way it will be like challenged by a lot of Rakshasas attacking. Each time they attack, Vishwamitra will teach them spells and he will teach them all the skills how to attack them back. When they reach the venue, Vishwamitra will tell, now you have been taught everything. Right now I'm going to start my sacrifice. Enna disturb cheyan paadilla, but you must watch over me. And then because of all the long way padicha idaka, he will use all that and he will protect the sacrifice, and they complete the sacrifice successfully. And he will keep Subahu and everybody at bay.
and most of the Rakshasas are killed. And our time, a messenger comes from Janakpuri for invitation for Vishwamitra. There is a Dhanush Puja. Like there is a Pinaga Dhanush of Shiva, which he's he's having every yearly annual or rites. For that he is inviting Vishwamitra. So Vishwamitra says, "Oh, I will go, but I will take Rama Lakshmana as my Shishyamarayitte ponam, because they have not got any invitation." And that's how they go to to Janakpuri. And over there they come to know that there is also Swayamvara for Sita. So that's also a very interesting story, which I will maybe tell later. Continue next week. Hare Krishna. Thank you. Vanchakalpatarubhyecha kripa sindhubhye vaja patitanam pavanebhyo vaishnavebhyo namo namaha. ഏകം ശാസ്ത്രം ആര് ചെയ്യും? ഇതിനിടയ്ക്ക് ഒരു ഗസ്റ്റ് നമുക്ക് വന്നിട്ടുണ്ട്, ഞാൻ പറയാം. ഏകം ശാസ്ത്രം ആര് ചൊല്ലും? പെട്ടെന്ന് ചൊല്ലിക്കോളൂ. പിന്നെ രാജീവ് പ്രഭു, കുട്ടികളൊന്നും വന്നില്ലേ? ഓക്കെ. ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം ഏകോ ദേവോ ദേവകീ പുത്ര ഏവ ഏകോ മന്ത്രസ്യ നാമാമിയാമി കർമാഭി ഏകം തസ്യ ദേവസ്യ സേവ ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാദ്രവിണം ത്വമേവ സർവ്വ മമ ദേവദേവ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. വാസുദേവസുതം ദേവം കംസചാരുണമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും കാത്യായനി മഹാമായേ മഹായോഗീയതീശ്വരി നന്ദഗോപസുതം ദേവീം ഹരിതം മേ ഗുരുദേ നമഃ. ശ്രീകൃഷ്ണ ശരണം മമ ദാസോഹം കൃഷ്ണ തവാസ്മി. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നന്നു ഇതിനിടയ്ക്ക് എവിടെ പോയി? ചേച്ചിയുടെ അടുത്ത് പോയോ? അല്ല, എനിക്ക് കുറച്ച് നോട്ട്സ് എഴുതാനുണ്ടായിരുന്നു. ഓക്കെ. ഹരേ കൃഷ്ണ. ഓക്കെ. അപ്പം നമ്മുടെ ഒരു ഗസ്റ്റ് ഉണ്ട്. ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ദീപ്തി മാതാജിയാണ്. ദീപ്തി വിപിൻ ഗസ്റ്റ് ഉണ്ട്. കണ്ടില്ല? എവിടെ? ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പോകുന്നതിന് മുമ്പ് ആ ഗസ്റ്റിനെ കൂടെ നമുക്ക് കണ്ടിട്ട് ക്ലോസ് ചെയ്യാന്ന് വിചാരിച്ചു. ഓക്കെ. ഹരേ കൃഷ്ണ. സൈഡിൽ ഇരിക്കുന്നതാണ്, ഫ്രെയിമിൽ വരാത്തതാണ്. അതെ, ഫ്രെയിമിൽ കൊള്ളുന്നില്ല. കൊള്ളുന്നില്ല. വിപിൻ പ്രഭു കൊള്ളാത്തതാണ് ഫ്രെയിമില്. അതെ. വിപിൻ പ്രഭു ഒരു കാര്യമുണ്ട്. വിപിൻ പ്രഭു എപ്പോഴും വിപിൻ പ്രഭുവിനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കണം. ഓക്കെ. എന്താ വിശേഷം? ഏതൊക്കെ വിശേഷം ഞങ്ങൾ കേട്ടു? എന്തൊക്കെയോ വിപിൻ പ്രഭു പറയുന്ന കേട്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. അതൊരു ജോലി കിട്ടിയിട്ടുണ്ട് സ്കൈലൈറ്റ് യൂണിവേഴ്സിറ്റി ഷാർജയില്. നാളെയാണ് ജോയിനിങ് ഡേറ്റ്, ഫസ്റ്റ് ഡേ ആണ്. അപ്പൊ എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് വേണം, വിഷസ് വേണം, വേണം. തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. അതിനനുസരിച്ചിട്ട് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുമ്പോൾ നമ്മളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മളും ഭഗവാനിലേക്ക് വീണ്ടും കൂടുതൽ അടുക്കുകയാണ് വേണ്ടത്. ഗർഗഭാവത്തിൽ ഗർഗമഹർഷി പറയുന്നതിന്റെ കൂട്ട് അവിടെയാണ് ഭഗവാനും നമ്മളുള്ള ഊഷ്മളമായ ഒരു ബന്ധം. ആ ഒരു ദൃഢമായ ബന്ധം നമ്മൾ സ്ഥാപിച്ചെടുക്കണം. അപ്പം ദീപ്തി മാതാജിയുടെ ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ചിരിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ ഹരേ. ഭഗവാനെ കൈവിടാതെ പിടിക്കുക, ഭഗവാനെ കണ്ടിട്ട് പോവുക. ഓക്കെ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്ക് വീണ്ടും പുതിയ ഇൻഫർമേഷൻസുമായിട്ട് എനിക്കിന്ന് വളരെ സന്തോഷം. ഈ മാസം കൊണ്ട് നമുക്ക് കവർ ചെയ്യാം. തീർച്ചയായിട്ടും. ഹരേ കൃഷ്ണ.
അപ്പൊ നമുക്ക് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കുട്ടികളുടെ അടുത്ത് പറയുന്നതിന്റെ വിട്ട് 5, 4, 3, 2, 1 ടീം അല്ലേ?